ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് വിത്ത് അഞ്ച് ടിപ്സിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ആലു പൊറോത്തയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല മഴയാണ് പുറത്ത്, നല്ല ചൂടുള്ള ആലു പൊറോത്ത കിട്ടിയാണ്ട് സൂപ്പറായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ആദ്യമേ തന്നെ അതിന് വേണ്ടിയിട്ട് മാവൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നല്ല പാലുണ്ടല്ലോ, പാല് കുറച്ച് ഒഴിച്ച് കൊടുക്കുക, നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം. ഇത് 2 ഉരുളൻകിഴങ്ങ് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പച്ചമുളക്, ക്യാരറ്റ്, കുറച്ച് ജീരകം, സവാള അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്, കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കായംപൊടി വേണം കേട്ടോ, കുറച്ച് കായംപൊടി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് വന്നിട്ട് ചാട്ട് മസാലയാണ് കേട്ടോ, അതേ കണ്ട അത് ഇച്ചിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഫില്ലിംഗ് ഒക്കെ ആക്കി ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇതുപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. ഇനി നമുക്ക് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ചുട്ട് എടുക്കാം. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തില്ല. അപ്പോൾ അത് നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ഉള്ളിലത്തെ ഫില്ലിങ് അതിലേക്ക് ചേർത്ത് പിന്നെ ബാക്കിയുള്ളതും കൂടി അതുപോലെ തന്നെ ഫില്ല് ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് മറക്കരുത്, അത് നല്ല ടേസ്റ്റാണ്. പിന്നെ എന്താ, ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ട് ചൂടോടുകൂടി ഇങ്ങോട്ട് കഴിക്കുക. അതിന് മുകളിൽ കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് കഴിച്ചാട്ടല്ലോ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനൊക്കെ ഒരു നെക്കൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പൊറോത്ത എടുക്കുക. അതിലേക്ക് ഈ സവോളയിൽ നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും വിനീഗറൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാണ് കേട്ടോ. അതും പിന്നെ കുറച്ച് അച്ചാർ ഒഴിക്കുക. പിന്നെ നമ്മൾ തൈരുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കഴിച്ചാണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ. ചിലവർക്ക് പിടിക്കും, ചിലർക്ക് പിടിക്കില്ല. പക്ഷേ എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറച്ച് ബട്ടറൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്കാകുമ്പോഴേ കുറച്ച് ടൊമാറ്റോ സോസും മയൊക്കെ ചേർത്ത് കൊടുത്താൽ സൂപ്പറായിരിക്കും കേട്ടോ, അടിപൊളി.